മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ ഒരു സ്കൂളിലെ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഹോളിഡേ ആയിരുന്നു. എന്നാലും സ്കൂളിലെ ഏതാണ്ട് എല്ലാ ടീച്ചേഴ്സും വന്നിരുന്നു. അവര് ശ്രീ വെങ്കടേശ്വര സ്കൂള്, നല്ല ധാരാളം സ്പേസുള്ള, വളരാൻ സാധ്യതയുള്ള ഒരു സ്കൂള്. അവിടെയെല്ലാം കുറേ അധികം ധാരണകളും തെറ്റിദ്ധാരണകളും മറ്റ് പല സ്കൂളുകളിലും ഉള്ളതുപോലെ ഉണ്ടാവരുത് എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നത്, ഞാൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഞാനത്തെ മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയലില് ഓരോ സ്കൂളുകാരും ഓരോ അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി വീഴാൻ പോകുമ്പോൾ അയ്യോ എന്ന് വിളിച്ചു. സ്വാഭാവികമായിട്ടും അത് മലയാളമായതുകൊണ്ട് ആ കുട്ടിയെ ശിക്ഷിച്ച ഒരു അനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അയ്യോ എന്ന് വിളിച്ചപ്പോൾ മലയാളി പദം ഉപയോഗിച്ചതിന്. പിന്നെ വീഴാൻ പോകുന്ന സമയത്ത് അറിയാതെ തൊട്ടടുത്തുള്ള ടീച്ചറെ കയറി പിടിച്ചതിന് അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയത്. മലയാളത്തിൽ സംസാരിച്ചതിന് മുമ്പിലും പുറകിലും ഞാനൊരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞ് സ്റ്റാപ്പിൾ അടിച്ച സംഭവത്തോടനുബന്ധിച്ചിട്ടാണ് ഇതുമാതിരിയുള്ള കുറേ കാര്യങ്ങൾ വന്നത്. വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതും വിദ്യാർത്ഥികളിൽ അഡോളസെന്റ് പീരീഡിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേറൊന്നുകൂടി പറഞ്ഞു. നമ്മളുടെ ഹിന്ദു സ്കൂളുകളിൽ ഹൈന്ദവ ധാർമ്മിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യൻ സ്കൂളിൽ ബൈബിളും, മുസ്ലിം സ്കൂളുകളിൽ മദ്രസയിൽ ധാരാളം ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊട്ടിയം NSS കോളേജിൽ പോയി, അതുപോലെ ഒറ്റപ്പാലം NSS കോളേജിൽ പോയി. അവിടെയെല്ലാം നിരീശ്വരവാദികളും SFIക്കാരും DYFIക്കാരും കൂട്ടികുത്തി വാഴാണ്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ ജനനദിനം ക്രിസ്തുമസിൽ ആഘോഷമുണ്ട്, ഹിന്ദുക്കളുടെ യാതൊന്നും ആഘോഷമില്ല. അധ്യാപകർ മുഴുവനും ശരിക്ക് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ പോലെയുള്ളവരായിട്ട് നേരിട്ട് അനുഭവപ്പെട്ടു രണ്ട് സ്ഥലത്തും. കൊട്ടിയം NSS കോളേജിലും അനുഭവപ്പെട്ടു, NSS കോളേജ് ഒറ്റപ്പാലത്തും അനുഭവപ്പെട്ടു. ഹൈന്ദവ കോളേജുകളിലും ഹൈന്ദവ സ്കൂളുകളിലും അകത്ത് നിന്ന് നശിപ്പിക്കാൻ ഇതേപോലെ ധാരാളം വ്യക്തികളുണ്ട്. നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകളൊന്നും കൊടുക്കാതെ ആ ഹിന്ദു സ്കൂളിനെ, ഹിന്ദു കോളേജിനെ, അവനവൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ അവനവൻ നിൽക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഹിന്ദുക്കളുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ല ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെല്ലുവിളിയാവുന്നത്. അകത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ബുദ്ധിജീവിയുടെയും അല്ലെങ്കിൽ വിശാല വീക്ഷണത്തിൻ്റെയും പേരിൽ മറ്റ് മതങ്ങളുടെ ഏത് കാര്യങ്ങളും അവരേറ്റെടുക്കും. സ്വന്തം ധർമ്മത്തിനെ എതിർക്കലും അവഗണിക്കലും പതിവ് പോലെ അവരുടെ ഇത്. ഓരോ ഹൈന്ദവ സ്കൂളിനെയും പുറത്തു നിന്ന് സഹായിക്കുന്നവരുണ്ടാവാം, എതിർക്കുന്നവരുണ്ടാവാം. ഞാൻ ആ സ്കൂളിൽ പറഞ്ഞത് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വിദ്യാർത്ഥികൾ. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വന്നില്ലെങ്കിൽ ഹോട്ടൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ വന്നില്ലെങ്കിൽ ആ കടയിലുള്ള വ്യക്തിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അതേ സമയത്ത് കോർപ്പറേഷൻ ഓഫീസിലും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ആര് വന്നില്ലെങ്കിലും ശരി, അവിടെ ഉള്ളവർക്ക് ശമ്പളം കിട്ടും, ഉറപ്പാണ്. ആരും വരരുതെന്നാണ് അവർ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഒരു സ്കൂളിൽ, അത് ആരുടെ സ്കൂളാണെങ്കിലും ശരി, ആ വിദ്യാർത്ഥികളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് അറിവില്ലാത്തത് അറിയാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കാനുമാണ് രക്ഷാകർത്താക്കൾ ഫീസ് കൊടുത്ത് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത്. രക്ഷാകർത്താക്കൾക്ക് സ്വയം അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ വിദ്യാർത്ഥികളെ ഇവിടേക്ക് അയക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഓർമ്മിക്കണം. ആ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് രണ്ടാമത്തെ ഫാക്ടർ ടീച്ചേഴ്സ്.
ടീച്ചറിന് ഒരു സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവരുതെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഈ അധ്യാപകരാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ഫയലിനെ കൈകാര്യം ചെയ്യുന്നത്. മറ്റെല്ലാ ഓഫീസുകളിലും ജീവനില്ലാത്ത പേപ്പർ അടങ്ങുന്ന ഫയലാണുള്ളത്. ഇത് ജീവനുള്ള ഫയലാണ്. വിദ്യാർത്ഥികളെ വിചാരങ്ങളുള്ള ഫയലാണ്. അധ്യാപകര് പല അന്തരീക്ഷത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമാണ് വീട്ടിൽ നിന്ന് വരുന്നത്. വിദ്യാർത്ഥികളും പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവരാണ്. അത് മാത്രമല്ല, 40 വിദ്യാർത്ഥികൾ ഒരു ടീച്ചറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരില്ല, അക്കോമഡേറ്റ് ചെയ്തൊന്നും വരില്ല. ഒരു അധ്യാപികയാണ് 40 പേർക്ക് വേണ്ടി അക്കോമഡേറ്റ് ചെയ്ത് അവരുടെ വേവ് ലെങ്ത്തിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥി റെസ്റ്റ്ലെസ് ആണെങ്കിൽ അതിന് കാരണം ആ അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ സദസ്സ് അനങ്ങാതിരിക്കുന്നു എങ്കിൽ പ്രഭാഷകന്റെ കൂടി കപ്പാസിറ്റിയാണ്. സദസ്സ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ പ്രഭാഷകന്റെ പ്രോബ്ലമാണ്. നല്ല രീതിയിൽ നമ്മളത് അറിയണം. ഇപ്പം രണ്ടാമത്തെ ഫാക്ടർ, ഒന്ന് വിദ്യാർത്ഥികൾ വന്നില്ലെങ്കിൽ അധ്യാപകർ അവിടെ ഉള്ളതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അധ്യാപകനില്ലെങ്കിൽ വേറൊരു അധ്യാപകനെ കിട്ടും, വിദ്യാർത്ഥികളില്ലെങ്കിൽ വേറെ വിദ്യാർത്ഥികൾ വരില്ല. നമ്മളില്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവും, ലോകം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല എന്നറിയുന്ന മാതിരി തന്നെ. രണ്ടാമത്തെ ഫാക്ടർ അധ്യാപകര്. മൂന്നാമത്തെ ഫാക്ടർ മാനേജ്മെന്റ്. വളരെ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വേണം ഒരു മാനേജർ ആയാലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയാലും ഡയറക്ടർ ആയാലും അല്ലെങ്കിൽ CEO ആണെങ്കിലും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കും. അവിടെ പാളിച്ച പറ്റിയതാണ് ഇപ്പോൾ ലോ അക്കാഡമിയിൽ സംഭവിച്ചത്, നെഹ്റു കോളേജിൽ സംഭവിക്കുന്നത്. മാനേജ്മെന്റിന് പറ്റുന്ന അബദ്ധമാണ്, വലിയ അബദ്ധമാണത്. മാനേജ്മെന്റ് ഓരോ നിമിഷവും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. തെറ്റായിട്ടുള്ള പ്രൊസീഡൻസ്, തെറ്റായിട്ടുള്ള രീതികൾ, ശിക്ഷ അല്ലെങ്കിൽ ഫൈനിടൽ, പഠിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം, റിക്രൂട്ട്മെന്റിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് ലോകം ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് മൂന്നാമത്തെ ഫാക്ടർ, വിദ്യാർത്ഥി ഒന്നാമത്തെ ഫാക്ടർ, പഠിപ്പിക്കുന്ന അധ്യാപകർ രണ്ടാമത്തെ ഫാക്ടർ, 3 മാനേജ്മെന്റ്, 4 പാരൻസ്. അത് അപ്രധാനമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാരൻസ്. അവർ വിചാരിച്ചാൽ എല്ലാ വിദ്യാർത്ഥികളെയും വരുത്താതെയാക്കാൻ സാധിക്കും. ഒരു 5 പാരൻസ് വിചാരിച്ചാൽ മതി വിദ്യാർത്ഥികളെ മൊത്തത്തിൽ വരുത്താതിരിക്കാൻ സാധിക്കും. അവരുടെ വിദ്യാർത്ഥികളെ മാത്രമല്ല മറ്റു വിദ്യാർത്ഥികളെ പോലും വരുത്താതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പാരൻസ് നാലാമത്തെ ഫാക്ടർ. 5 ചുറ്റുപാടുമുള്ള ജനങ്ങൾ. ഇന്ന് ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇനി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തോട് എതിർപ്പുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു വിഷമവും ഇല്ല. ആ സ്കൂളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമൊക്കെ സ്കൂളിൻ്റെ പേരും വെച്ചിട്ട് ഒരു 2 രൂപ മുടക്കിയാൽ A3 സൈസിൽ പോസ്റ്റർ സിറോക്സ് എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഒട്ടിക്കാൻ സാധിക്കും. ആ ജനങ്ങളുമായിട്ട് നല്ല റിലേഷൻ വേണം. ഞാൻ അധ്യാപകര് എന്ന് പറയുമ്പോൾ സ്കൂൾ ജീവനക്കാർ മൊത്തം അതിൽ പെടുന്നവരാണ്. അധ്യാപകർ പഠിപ്പിക്കുന്ന മാത്രമല്ല. ഈ 5 ഫാക്ടറും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റു പല കാര്യങ്ങളിലും ഒരു കടയിൽ പോവുകയാണെങ്കിലും ഹോട്ടലിൽ പോവുകയാണെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ പോവുകയാണെങ്കിലും വില്ലേജ് ഓഫീസിൽ പോവുകയാണെങ്കിലും ബാങ്കിൽ പോവുകയാണെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ പോവുകയാണെങ്കിലും പലർക്കും കുറച്ച് നേരത്തേക്കാണ് ആ സ്ഥാപനത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നത്. ഈ വിദ്യാലയത്തിൽ അങ്ങനെയല്ല. ഒരു അക്കാഡമിക് ഇയർ മുഴുവനും ഒരു വിദ്യാർത്ഥി, ആ അക്കാഡമിക് ഇയർ മുഴുവനും അധ്യാപകൻ, അക്കാഡമിക് ഇയർ മുഴുവനും മാനേജ്മെന്റ്, അക്കാഡമിക് ഇയർ മുഴുവനും പാരൻസ്, ചുറ്റുപാടുള്ളവർ എല്ലാവരുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ഭയങ്കര ബന്ധമാണ് വേണ്ടത്. മാത്രമല്ല അടുത്ത വർഷം വിദ്യാർത്ഥികൾ വരണമെങ്കിൽ ഈ വർഷത്തെ റിസൾട്ടും പെർഫോമൻസും നോക്കിയിട്ടേ വരുള്ളൂ. എത്രയധികം കെട്ടിടം ഉണ്ടെങ്കിലും എത്രയധികം സൗകര്യം ഉണ്ടെങ്കിലും വിദ്യാർത്ഥികളെ വരുത്താതിരിക്കാൻ, ഹിന്ദു സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ വരുത്താതിരിക്കാൻ ധാരാളം ഹിന്ദുക്കൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ മറ്റ് മതക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ അകത്തുള്ള രക്ഷാകർത്താക്കൾ തന്നെ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മളുടെ സ്കൂളുകൾ എണ്ണത്തിൽ കുറവാണ്, വളർച്ചയിൽ വളരെ സ്ലോയിലാണ്. അകത്തെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരും. ക്രിസ്ത്യൻ മുസ്ലിം സ്കൂളിൽ ഒരു പ്രശ്നവും വരില്ല, ഉണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല.
ഗവൺമെന്റ് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനമേ ക്രിസ്ത്യൻ മുസ്ലിം സ്കൂളുകൾക്ക് എടുക്കുള്ളൂ. ഹിന്ദു സ്കൂളുകളുടെ കാര്യത്തിൽ അതല്ല. ഒരു പള്ളിയിൽ നിന്ന് എന്തെങ്കിലും സാധനം മോഷണം പോയാൽ ഗവൺമെന്റ് ഭയങ്കര ആക്റ്റീവാവും. ഒരു 10 അമ്പലത്തിലെ വിഗ്രഹം തന്നെ പോയാലും ഗോളക പോയാലും ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല. നിങ്ങൾക്കറിയാം, ഒരു ഹിന്ദു സന്യാസിയുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ആക്ഷനാണ്. ഒരു ക്രിസ്ത്യൻ അച്ഛൻ്റെയോ കന്യാസ്ത്രീയുടെയോ അല്ലെങ്കിൽ മദ്രസയിലെ അധ്യാപകന്റെയോ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഹിന്ദു മന്ത്രിമാര് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഹിന്ദുക്കളുടെ കാര്യത്തിൽ എത്രത്തോളം എതിർക്കാൻ സാധിക്കുമോ അത്രയും എതിർക്കുകയും നശിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടില് ഓരോ സ്കൂളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഒരു 1/2 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞ് ആരംഭിച്ചത് 1.25 മണിക്കൂർ പദാനുപദം വിവരിച്ചു കൊടുത്തു. നല്ല മാറ്റം ഉണ്ടായി എന്ന് തോന്നുന്നു. ഏതായാലും നമ്മളുടെ എല്ലാവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുകൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇവിടെ എല്ലാം നന്മയുടെ സന്ദേശം എത്തിക്കാൻ സാധിക്കട്ടെ. ആ സ്കൂളുകൾ നിലനിർത്താനും ധന്യമായിട്ട് വികസിക്കാനും നമ്മളുടേതായിട്ടുള്ള സപ്പോർട്ട് കൂടി വേണം. അസാമാന്യമാം വിധത്തിൽ ഹൈന്ദവ സ്ഥാപനങ്ങൾക്കെതിരെ തിന്മ നിറഞ്ഞ രീതിയിലുള്ള പ്രവർത്തികൾ പരോക്ഷമായിട്ടാണ് കൂടുതലും, പ്രത്യക്ഷമായിട്ടല്ല. പെട്ടെന്നൊന്നും നോക്കിയാൽ അറിയില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ ശ്രദ്ധ വളരെ നല്ല രീതിയിൽ നന്മയിലേക്ക് വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.